ഗോപീഷൻ തുടരുന്നു. ഗോപീഷൻ, ഇവിടെ യാർലാപ്പിഡ് അവിടുത്തെ പ്രതിപക്ഷ നേതാവാണ്. ഏതാണ്ട് മിനിഞ്ഞാന്ന് വരെ അവിടുത്തെ ബെഞ്ചമിൻ നെതന്യാഹുവുമായി നേർക്കുനേർ കൊമ്പ് കോർത്തുകൊണ്ടിരുന്ന പ്രതിപക്ഷ നേതാവ് അതാ ഇപ്പോൾ യുദ്ധം തുടങ്ങി കഴിയുമ്പോഴേക്കും യുദ്ധം തുടങ്ങിയാൽ ഇസ്രായേൽ ഒറ്റക്കെട്ടാണ് എന്ന് പറയുന്നു. അവിടെയും ഈ പറഞ്ഞ രാജ്യസ്നേഹമാണല്ലോ വലുതായി വരിക. അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇവിടെ നെതന്യാഹുവിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള ചില കേസുകൾ അവിടെ നടക്കുന്നുണ്ട്. വലിയ ജനരോഷം അവിടെ നെതന്യാഹുവിനെതിരെ ഉണ്ട്. ട്രംപിന് വേറെ അർത്ഥത്തിൽ യുദ്ധം അനിവാര്യമാവുന്ന സാധ്യതയുണ്ട്. അപ്പോൾ ഈ നേതാക്കളുടെ ഒരു പേഴ്സണൽ ഗെയിൻ കൂടി ഈ യുദ്ധത്തിലുണ്ട്, ആരില്ലെന്ന് പറഞ്ഞാലും. ഗോപി, ഒരു സംശയവുമില്ല ഹാഷ്മി താജ് ഇബ്രാഹിം. കാരണം നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേലിലെ പ്രതിപക്ഷ നേതാവ് പല വിഷയങ്ങളിലും, പ്രത്യേകിച്ച് അഴിമതി ആരോപണങ്ങളൊക്കെ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഉയർന്നപ്പോൾ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്ന പ്രതിപക്ഷ നേതാവ് ഈ ഘട്ടത്തിൽ പറയുന്നത്, നിങ്ങളാരും, അതായത് ഇസ്രായേലിലെ ജനതയോട് പറയുന്നത്, നിങ്ങളാരും ഭയപ്പെടേണ്ട സാഹചര്യമില്ല, നമ്മൾ വളരെ ശക്തരാണ്, ഏറ്റവും ശക്തിയോടുകൂടി ഈ യുദ്ധത്തിൽ ജയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സൈനിക ബലം നമുക്കുണ്ട്, മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുടെ പിന്തുണ നമുക്കുണ്ട്. അമേരിക്കയെക്കുറിച്ചാണ് ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അതായത് യുദ്ധം എപ്പോഴൊക്കെ ഉണ്ടാകുന്നു ആ ഘട്ടങ്ങളിലൊക്കെ ഇസ്രായേലിൽ തന്റെ രാഷ്ട്രീയ സ്ഥാനം ഉറപ്പിച്ചു നിർത്താൻ ബെഞ്ചമിൻ നെതന്യാഹുവിന് സാധിക്കുന്നു എന്നുള്ളതാണ്. അത് ഗസയിൽ ഹമാസിനെതിരെ നടത്തിയ പോരാട്ടമായാലും ശരി, അതല്ലെങ്കിൽ മറ്റ് തീവ്രവാദ കൂട്ടായ്മകൾ എന്ന് ഇസ്രായേൽ വിളിക്കുന്നവർക്കെതിരെ നടക്കുന്ന യുദ്ധമായാലും ശരി, ഇറാനിൽ ഇപ്പോൾ അമേരിക്കയുടെ പിന്തുണയോടുകൂടി നടത്തുന്ന ആക്രമണമായാലും ശരി, ഏത് ഘട്ടത്തിലും രാജ്യം യുദ്ധമുഖത്തുള്ളത് ഭരണ നേതൃത്വത്തിൽ നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഒരു ദേശീയത അല്ലെങ്കിൽ ഒരു ദേശീയ ബോധം ഉണ്ടാക്കാനും ദേശസ്നേഹത്തെ ഊട്ടിയുറപ്പിക്കാനും തന്റെ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾക്ക് അത് വളരെ സഹായകരമായ ഒന്നുമാണ്. തന്റെ ഭരണ നേതൃത്വത്തെ നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണ്. ഈ വരുന്ന വർഷം അവസാനം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ഇസ്രായേൽ മുഖാമുഖം കാണുകയാണ്. ആ ഘട്ടത്തിലാണ് വീണ്ടും അടുത്ത ഇറാനെതിരായിട്ടുള്ള പോരാട്ടത്തിലേക്ക് ഇസ്രായേൽ ഇറങ്ങിയിരിക്കുന്നത്. സ്വാഭാവികമായും നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ നേട്ടം ഇതിന് പിന്നിലുണ്ട്. പ്രതിപക്ഷത്തിന് പോലും ഈ യുദ്ധത്തെ ചോദ്യം ചെയ്യാനോ ഇതെന്തിനു വേണ്ടിയാണ് നടത്തുന്നതെന്നോ ചോദിക്കാൻ കഴിയില്ല. കാരണം പതിറ്റാണ്ടുകളായി ഇസ്രായേലിന്റെ ഏറ്റവും പ്രഖ്യാപിതമായ ശത്രുവാണ് ഇറാൻ. അതുകൊണ്ട് ഇറാന്റെ ആണവായുധങ്ങൾ ഉണ്ടായാൽ അത് നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നു. ഇതൊരു എക്സിസ്റ്റൻഷ്യൽ പോരാട്ടമാണ്, ഇത് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് എന്ന ഒരു വിശദീകരണം, ഒരു വ്യാഖ്യാനം ഈ പോരാട്ടത്തിന് ഇസ്രായേൽ നൽകിക്കഴിഞ്ഞു. അതുകൊണ്ട് ഈ യുദ്ധമുഖത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ ഭരണ നേതൃത്വത്തെ ഏതെങ്കിലും തരത്തിൽ കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ ഇപ്പോൾ പ്രതിപക്ഷത്തിന് കഴിയില്ല. രാജ്യം ഒറ്റക്കെട്ടായി ഇപ്പോൾ നമ്മൾ അണിനിരക്കേണ്ട സമയമാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇത് സ്വാഭാവികമായും ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ച് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഒരു പേഴ്സണൽ പൊളിറ്റിക്കൽ ഗെയിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചുണ്ട്. പക്ഷേ അമേരിക്കയുടെ കാര്യം നോക്കുക, അവിടെ വെനസ്വേലയിൽ ഒരു ആക്ഷൻ കഴിഞ്ഞ് നിൽക്കുന്ന ഘട്ടത്തിലാണ് മറ്റൊരു പ്രാദേശിക മേഖലയിൽ കൂടി സൈനിക ബലം കാണിക്കേണ്ട ഒരു ആവശ്യം അമേരിക്കയെ സംബന്ധിച്ച് വന്നിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് ഇസ്രായേലിന്റെ സമ്മർദ്ദങ്ങൾക്ക് ട്രംപ് വഴങ്ങുന്നു എന്നുകൂടി നമുക്ക് പറയാം. കാരണം കഴിഞ്ഞ ജൂണിൽ 12 ദിവസം നീണ്ടുനിന്ന ആക്രമണത്തിൽ സംഭവിച്ചത് ബങ്കർ ബസ്റ്റർ ബോംബൊക്കെ അമേരിക്ക ഇസ്രായേലിന് വേണ്ടി പ്രയോഗിച്ചപ്പോൾ ഒരു സൈനിക നീക്കത്തിന് ഇസ്രായേൽ നിരന്തരം അമേരിക്കയ്ക്ക് മേൽ സ്വാധീനം ചെലുത്തുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തപ്പോൾ അതിന് പൂർണ്ണമായി വഴങ്ങാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറായിരുന്നില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ അങ്ങനെയല്ല. ഇവിടെ ഇറാനിലെ ഒരു ഭരണമാറ്റം എന്നത് ഇരു രാജ്യങ്ങളുടെയും അവരുടെ സംയുക്ത ലക്ഷ്യമാണ്, അവരുടെ ഒരു ആഗ്രഹമാണ്. അതിന് ഏറ്റവും നല്ല അവസരം, ഏറ്റവും നല്ല സമയം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ ആക്രമണത്തിലേക്ക് ഡൊണാൾഡ് ട്രംപ് എടുത്തു ചാടിയിരിക്കുന്നത്. നമുക്കറിയാം, ഡൊണാൾഡ് ട്രംപ് 8 മിനിറ്റ് നീണ്ട അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇറാനെ പോലെ ഒരു രാജ്യത്ത് ആണവായുധങ്ങൾ ഉണ്ടാകുന്ന അതൊരു തീവ്രവാദ രാഷ്ട്രമാണ്, അത് ഈ മേഖലയിൽ എല്ലാവർക്കും ഭീഷണിയാണ്. ഇന്ന് അത് അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിടുന്നെങ്കിൽ നാളെ അത് അമേരിക്കയെ ലക്ഷ്യമിടും. ഈ ഒരു വാദം നിരത്തിക്കൊണ്ട് ഈ ഏകപക്ഷീയമായ ആക്രമണത്തെ ന്യായീകരിക്കാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറാകുന്നത്. അതിന് പിന്നിലും സ്വാഭാവികമായും പൊളിറ്റിക്കൽ ഗെയിൻ ഉണ്ട്. ഒറ്റ കാര്യം കൂടി ആഷ്മി, ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് 2003 ഇറാഖിൽ അമേരിക്ക നടത്തിയ ആക്രമണവും 2011 മുഹമ്മദ് ഗദാഫിയിൽ നിന്ന് ലിബിയയെ മോചിപ്പിക്കാൻ വേണ്ടി നേറ്റോ സഖ്യത്തിന്റെ പേരിൽ നടത്തിയ ആക്രമണവും, അതിനുശേഷം ഈ രണ്ട് രാഷ്ട്രങ്ങൾക്കും ഇറാഖിന്റെ പരമാധികാരം നഷ്ടപ്പെട്ടു. ലിബിയയെ സംബന്ധിച്ച് അവിടെ പ്രാദേശിക യുദ്ധ സിവിൽ വാർ പൊട്ടിപ്പുറപ്പെട്ടു. ഈ രണ്ട് രാഷ്ട്രങ്ങളുടെയും അവസ്ഥ എന്തായിരുന്നു എന്നതുകൂടി ലോകം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. നാശോന്മുഖമായും അരാജകത്വമായും ഇപ്പോഴും അമേരിക്ക അരാജകത്വം സൃഷ്ടിച്ച രാജ്യങ്ങൾ പട്ടിക എടുത്താൽ അതൊരു ഡസൻ അധികം വരികയും ചെയ്യും. ഇവിടെ ദുബായ് സേഫ് ആണെന്ന് പറയുന്നത്. ദുബായിൽ ചില സ്ഫോടന ശബ്ദങ്ങൾ ആകാശത്ത് കിട്ടു, അത് ഇന്റർസെപ്റ്റ് ചെയ്തതാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഷാർജ വിമാനത്താവളം അടച്ചു എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജാഗ്രതയോടെ ഇരിക്കുക, അതേസമയം തന്നെ സമാധാനവും ശാന്തമായിരിക്കുക. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. വലിയ ഇടപെടലുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അൽദഫ്ര എയർബേസ് ഭാഗത്ത് നിന്നാണ് പൊട്ടൽ നേരത്തെ കണ്ടതെന്ന് സുരേഷ് നന്നങ്ങാടി പറയുന്നുണ്ട്. അൽദഫ്ര എയർബേസിലേക്ക് അറ്റാക്ക് ഉണ്ടായതാണ്, അതുകൊണ്ടാണ് അവിടെ. പ്ലീസ് സ്റ്റോപ്പ് വാർ, ചിൽഡ്രൻ വെർ കിൽഡ്, സോ ഐ ആം ഗെറ്റിംഗ് കണ്ടോളൻസസ് എന്ന് യൂനിസ് പറയുന്നു. 52
52 പ്രൈമറി സ്കൂൾ കുഞ്ഞുങ്ങളാണ് ഇറാനിൽ കൊല്ലപ്പെട്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.